ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ആരോഗ്യവകുപ്പ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ സർക്കാരിന് തുടർഭരണത്തിന് സഹായിച്ച നിർണായകമായ ഒരു വകുപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം വീഴ്ചകളുടെ വാർത്തകളാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പക്ഷേ നമ്മൾ ഈ മന്ത്രിനെ പറയേണ്ട കാര്യമില്ല കിരൺ ബാബു. ഈ സംവിധാനത്തില് ആർക്കും പേടിയില്ല. എന്ത് സംഭവിച്ചാലും ഇപ്പോ ഒരു കുഞ്ഞു മോൾ 9 വയസ്സിലെ കുട്ടി വിനോദിനി അല്ലെ, കുട്ടിയുടെ പേര്, ആ കുട്ടിയുടെ ചികിത്സക്ക് വേണ്ടി ആശുപത്രിയിൽ പോന്നു. കുറച്ച് കഴിയുമ്പോ കുട്ടിയെ കയ്യിൽ മുറിച്ച് കളയാ. അർച്ചീന 5 കൊല്ലമായിട്ട് കത്രിക വയറ്റിൽ കഴി. ഇപ്പൊ ഈ നാട്ടില് എത്രയോ പൈസ ഗവൺമെന്റ് ദൂർത്തടിക്കുന്നത്. ആ യുവതിക്ക് ഒരു 25 ലക്ഷം രൂപ ഏറ്റവും മിനിമമായിട്ട് ഒരു മനസാക്ഷിയെ ഗവൺമെന്റ് അനുവദിക്കണ്ടേ? ഇപ്പോ ഇന്നലെ കണ്ടു ഒരു ഡോക്ടർ, ഒരു 30 കൊല്ലം പാരമ്പര്യ ഡോക്ടർ, ആ ഡോക്ടർ പറയുന്നത് ഈ കത്തിരി 5 കൊല്ലം അല്ല 50 കൊല്ലം വാറ്റി കിടന്നത് ഒന്നും പേടിക്കാനില്ല. അതാണ് നമുക്ക് ഞെട്ടിപ്പോയി വെക്കുമ്പോ. ഇവരൊക്കെ എങ്ങനെ ഡോക്ടറായി? ഇവര് മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരൻ നികുതി പണം 25, 50, 1 ലക്ഷം കോടികൾ ഉറുപ്പിക ചെലവാക്കിയിട്ടാണ് ഇവരൊക്കെ ഡോക്ടറായിട്ടുള്ളത്. അപ്പൊ ഈ നാട്ടിനോട് ഒരു മര്യാദ ഇവർക്ക് കാണിക്കണം. ഒന്നാമത് ആരും പേടിയില്ല. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ എല്ലാ ആൾക്കാരും ഈ കോടതി എന്തുകൊണ്ട് ഇടപെടുന്നില്ല? കോടതിക്ക് വെറും ജഡ്ജിമാർക്ക് ശമ്പളം വാങ്ങൽ മാത്രമല്ല ജോലി. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ദൈനംദിന കാര്യത്തിൽ ഈ വാർത്താ മാധ്യമങ്ങൾ കാണുന്ന അടിസ്ഥാനത്തിൽ ജഡ്ജിമാർ ഇടപെടണം. എന്തുകൊണ്ട് ഇവിടുത്തെ കോടതി അടങ്ങാതിരിക്കുന്നത്? എല്ലാവരും കുറ്റക്കാരാണ്. ഇവിടുത്തെ കോടതി ഇപ്പൊ നമുക്ക് കണ്ടില്ലേ, ആ അയ്യപ്പനെ കട്ട കേസ് മുഴുവൻ ആൾക്കാരും പുറത്തു വിട്ടു. കോടതി പറഞ്ഞത് ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ വേറെ നോക്കാൻ, എല്ലാം ഇവർ കൂട്ടിവെച്ചാണ്. എല്ലാം പാർട്ടി കാര്യമില്ല, പറഞ്ഞ കൊണ്ട് കൂടുതൽ പറഞ്ഞു പോകും. ഓക്കെ, ശരി. ശ്രീ ദാസനാണ് പ്രതികരിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ രാധാകൃഷ്ണനാണ് വൈറ്റിലേന്ന്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കേരളത്തിൻ്റെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണ് എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. പക്ഷേ ആരോഗ്യമേഖല അങ്ങനെ വെന്റിലേറ്ററിലൊന്നുമല്ല. ആരോഗ്യമേഖല കേരളത്തിൻ്റെ മെച്ചപ്പെട്ട ആരോഗ്യമേഖല തന്നെയാണ്. പക്ഷേ അവിടെ നിരന്തരം വീഴ്ചകൾ ഉണ്ടാവുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇത് നിരന്തരം വീഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കണേ. കാരണം നമുക്കറിയാം, ഒരു ചികിത്സക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താവും, എങ്ങനെ പുറത്തു വരുമെന്ന് ആർക്കും പറയാൻ പറ്റൂല. കാരണം ചികിത്സിച്ച് രോഗം മാറുമെന്നും വേണ്ട പോണത്, പക്ഷെ തിരിച്ചു തന്നെ രോഗിയായിട്ടാണ്. ഇപ്പൊ തന്നെ ആ കൊച്ചിന്റെ കൈ ചികിത്സിച്ച് കൈ മുറിച്ചു കളയേണ്ട വന്ന്. പക്ഷെ ഈ സിസ്റ്റം തകരാറാണ്. സിസ്റ്റം തകരാറായിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യത്തിന്റെ സിസ്റ്റം തകരാറായത് കൊണ്ടാണ് സ്വകാര്യ ആശുപത്രികള് കൊള്ള നടത്തുന്നത്, കൊയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മുഖ്യമന്ത്രിയും അറിയാവുന്നത് കൊണ്ടാണ് ചികിത്സക്ക് അമേരിക്കയിലേക്ക് പോകുന്നത്. ഇതിപ്പോ എന്ന് പറയുന്നത്, ഈ ആരോഗ്യ മന്ത്രി എന്ത് പറഞ്ഞാലും അവരപ്പം തന്നെ അതിന് പ്രതികരിക്കും, വരും. പക്ഷെ ഒന്നും നടപ്പാകയില്ല, നടത്തേയില്ല. കാരണം ഈ ഇപ്പൊ ഡോക്ടർമാർ അവിടെ ചോദിക്കണമെന്ന് വെച്ചാല് ഒരു സർജറിക്ക് ഇത്ര രൂപയെന്ന് പറഞ്ഞാൽ മേടിക്കണം. മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ രോഗിയുടെ അടുത്ത് പറയും, രോഗിയുടെ കൂടെയുള്ളവരോട് അടുത്ത് പറയും ഇത്ര രൂപ ഇതിന് തന്നോന്ന് പറയും. അങ്ങനെ വരെ മേടിക്കണേ. പക്ഷെ ഇതൊന്നും ആർക്കും ചെക്ക് ചെയ്യാനോ ഇത് ചെയ്യാനോ ഇല്ല. ഈ ജനങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യമന്ത്രി ചോര കുടിക്കണേ, അട്ട പോലെ ചോര കുടിക്കുന്നതാണ്. വേറെ ഒന്നുമല്ല ആരോഗ്യമന്ത്രി ചെയ്യണം. എന്നിട്ട് ഇവിടെ പ്രസ്താവനകൾ വേറെ ഇതിനുണ്ട്. അവർക്ക് കഴിവില്ലെങ്കിൽ അവർ പോകണമെന്ന്. അവർ വന്നതിന് ശേഷം എന്തോരം മരണങ്ങളും എന്തോരം ആ ഒരു വോയിസ് മെസ്സേജ് തന്നെ വന്നില്ലേ കൂട്ടുകാരന് മൊബൈലില്. കാരണം ഇവിടെ കിടന്ന് ഞാൻ മരിക്കുന്നു, അയാൾ മുൻകൂട്ടി തന്നെ പറഞ്ഞില്ലേ. എന്നിട്ടും ഒരു നടപടി എടുക്കാൻ പറ്റാത്ത ചാനലിലൊക്കെ വന്നിരുന്ന് ആരോഗ്യമന്ത്രി എന്താ പറയണ? ശരിക്കും അവർ സത്യത്തിൽ ജനങ്ങളുടെ അട്ട പോലെ ചോര കുടിച്ചുകൊണ്ടിരിക്കണവര് രാജിവെച്ച് പുറത്തു പോകണമെന്നാ പറയണ. ഇവരിനി ആരെങ്കിലും ചെയ്യോ? ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്തോട് ഡെയിലി നാളെ എന്ത് വാർത്തയെന്ന് ആര് കണ്ട് വന്നത്? നാളെ വരാൻ പോണതും ഇത് തന്നെയാണ്, ഈ ആരോപണത്തിനെതിരെയാണ്. കാരണം അതിനകത്ത് ഡ്രഗ്സ് വരെ ഉപയോഗിക്കുന്ന ഡോക്ടർമാരാണ്. ഇതൊക്കെ നടപടി എടുക്കണ്ടേ? ഇവർ ചെക്ക് ചെയ്യണ്ടേ? ജനങ്ങളുടെ ഇത് വെച്ചല്ലേ കളിക്കണം. ഓപ്പറേഷൻ സർജറിക്ക് ഇട്ടിട്ട് നേരെ പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് അവർ വന്ന് കൂട്ടണതൊക്കെ വലിയ വലിയ സർജറികളിലൊക്കെ വളരെ മോശമായ സിസ്റ്റമാക്കി ഈ ആരോഗ്യം നശിപ്പിച്ചെന്ന് എനിക്ക് പറയാനുള്ളൂ. നശിപ്പിച്ച് കളഞ്ഞു. ജനങ്ങൾക്ക് ഒരു സുരക്ഷയില്ല. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ യഥാർത്ഥത്തിൽ വലിയ നേട്ടങ്ങളുള്ള ഒരു ആരോഗ്യ മേഖലയെ ഇപ്പോൾ തുടർച്ചയായി ഇത്തരം വീഴ്ചകൾ വരുന്നത് എന്തുകൊണ്ടാണ്? സാറേ നമസ്കാരം. സാറേ നമസ്കാരം. എനിക്ക് മനസ്സിലാകാത്ത എന്നാന്ന് വെച്ചാല്, അല്ല കുറെ കാര്യങ്ങളൊക്കെ സാർ ഇപ്പൊ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ വീഴ്ച പറഞ്ഞു. എനിക്ക് മനസ്സിലാകാത്ത ഈ കോവിഡ് കാലത്തെ ഇതാണ് എനിക്ക് ഒട്ടും മനസ്സിലാവാതെ വന്നത്. കോവിഡ് കാലത്ത് ഇതിനെക്കാട്ടിലും കഷ്ടമായിരുന്നില്ലേ?
ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാനൊന്ന് പറഞ്ഞിട്ട് സാർ എന്തോടെ പറഞ്ഞോളാം. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞൂടെ സാറേ? എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കൊണ്ട് ബാത്റൂമിന്റെ അവിടെ ഇട്ടിട്ട് അതിനെ ചികിത്സിക്കാതെ അത് കിടന്ന് മരിച്ചു. ഓരോരുത്തർ ആശുപത്രി കിടന്നുകൊണ്ട് വീട്ടിൽ വിളിച്ചു പറഞ്ഞാൽ എന്നെ ചികിത്സിക്കില്ല, എന്നെ ഒന്ന് കൊണ്ടുപോകണേ, എന്നെ എങ്ങനെയും രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഭരിക്കണോ? ആംബുലൻസ് വീട് നടക്കണോ? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.